ഇവിടെ രണ്ട് ചാർജുകളുണ്ട്. ഏതൊക്കെയാണ്? ഒരു Q, മറ്റത് പ്ലസ് Q മൈനസ് 2Q are placed at the corners of an equilateral triangle ABC of side L. What is the magnitude of the electric dipole moment of the system? അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൽ കൃത്യമായിട്ട് ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. തന്നേക്കുന്ന ക്വസ്റ്റ്യനെ എന്ത് ചെയ്ത് ഫിഗർ ചെയ്തിട്ട് നമ്മൾ വേണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ പറഞ്ഞേക്കുന്ന കാര്യത്തിനെ ഒന്ന് പിക്ചർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 3 ചാർജർ എടുക്കാം. ഇതൊരു ചാർജാണ്, ഇത് മറ്റൊരു ചാർജാണ്, ദെൻ ഇത് മറ്റൊരു ചാർജാണ്. ഇത് മൂന്നും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഇത് Q ആണ്, ദാറ്റ് ഈസ് പ്ലസ് Q ആണ്. ഇത് പ്ലസ് Q ആണ്. ഇത് മൈനസ് 2Q ആണ്. നമുക്ക് പേരുകൾ കൊടുക്കാം. A, B, C എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വേണ്ടത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ് വേണ്ടത് അല്ലേ? ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം ഇവിടെ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയണം. ഡൈപോൾ, കാരണം ഇവിടെ 2 പ്ലസ് Q ഉണ്ട്, പക്ഷേ ഇവിടെ വരുമ്പോൾ അതെന്താണ്? മൈനസ് 2Q ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? അതിനെ 2 ചാർജ് എടുക്കുക അല്ലേ? ഒരു മൈനസ് Q ഇൻറ്റു മൈനസ് Q ആയിട്ട് എടുക്കുക അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡൈപോൾ മൊമെൻ്റ് ഇങ്ങോട്ടല്ലേ ഡയറക്ഷൻ വരുന്നത്? ഇതല്ലേ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഡയറക്ഷൻ മുകളിലോട്ടല്ലേ? അങ്ങനെ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. ഇത് ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെൻ്റ്, ദറ്റ് ഈസ് P അല്ലേ? ഇനി ഇത് മറ്റൊരു ഡൈപോൾ മൊമെൻ്റ്, ദറ്റ് ഈസ് P. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ദറ്റ് ഈസ് 60 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഇക്വലൻ്റ് എടുക്കാനായിട്ട് നമുക്ക് ഏതെടുക്കാം? ട്രയാങ്കിൾ ലോയുടെയോ പാരലോഗ്രാം ലോയുടെയോ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ എടുക്കാം അല്ലേ? അപ്പോൾ ഈ നെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്, നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് നമുക്ക് P അല്ലേ? അപ്പോൾ Pയുടെ സ്ക്വയർ പ്ലസ് Pയുടെ സ്ക്വയർ പ്ലസ് 2PP ഇൻറ്റു കോസ് 60 ഡിഗ്രി. ഇത് നമ്മൾ എടുത്ത എവിടെ നിന്നാണ്? ട്രയാങ്കിൾ ലോയുടെ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു. R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ. ഇതിൽ നിന്ന് എടുത്താണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാലോ എന്ത് കിട്ടും? കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണെന്നറിയാലോ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഈസ് റൂട്ട് 3P എന്ന് കിട്ടും. റൂട്ട് 3P അല്ലേ? നമുക്കറിയാം P ഈസ് ഈക്വൽ ടു, ഒന്നുകിൽ ഇങ്ങനെ ഈ ആൻസർ എഴുതാം, അല്ലെങ്കിൽ Pക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. P ഈസ് ഈക്വൽ ടു 2LQ ആണ്, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാം? റൂട്ട് 3 ഇൻറ്റു 2LQ എന്നും വിളിക്കാം. ചിലയിടത്ത് ഡൈപോൾ മൊമെൻ്റ് P ഈസ് ഈക്വൽ ടു QL എന്നും കൊടുക്കാറുണ്ട്. ഇതിൽ ഏത് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ റൂട്ട് 3QL എന്നും കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് EA be the electric field strength of a short dipole at a point on its axial line and EE at the same distance on the equatorial line. Then ഇതാണ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യാം നമുക്കിതിനെ. ആദ്യം നോക്കാം, നമുക്ക് ആക്സിയൽ ലൈൻ്റെയും ഇക്വറ്റോറിയൽ ലൈൻ്റെയും ഇക്വേഷൻ എഴുതാം. നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് ആക്സിയൽ ലൈൻ്റെ ഇക്വേഷൻ? എന്താണ്? ദാറ്റ് ഈസ് EA ആക്സിയൽ ലൈനിലെ ഇക്വേഷൻ എന്താണ് നമുക്കറിയാം? 2KP ഡിവൈഡഡ് ബൈ R³ എന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഇക്വറ്റോറിയലിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? KP/R³ എന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഇക്വേഷൻ. ഏതിൻ്റെയാണ്? ആക്സിയലിൻ്റെ ഇക്വേഷൻ. ഇത് ഇക്വറ്റോറിയലിൻ്റെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. എന്താണ്? അതായത് 2 ഇൻറ്റു KP/R³ അത് തന്നെയല്ലേ ഇവിടെ ഉള്ളത് അല്ലേ? ഈ കാണുന്നു അത് തന്നെയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് EA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EA ഈസ് ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു EE എന്ന് എഴുതിക്കൂടെ നമുക്ക്
അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? EA ഈക്വൽ ടു 2EE ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എൻട്രൻസിനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് വരുന്നത് EE ഈക്വൽ ടു 2EA, EA ഈക്വൽ ടു 2EE, EA ഈക്വൽ ടു EE, നൺ ഓഫ് ദീസ്, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൻ്റെ അകത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? EA ഈക്വൽ ടു EE ആണ്. ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാർജുകളുണ്ടല്ലേ, -Q +Q എന്നിങ്ങനെ രണ്ട് ചാർജുകളുണ്ട്. ഈ രണ്ട് ചാർജുകൾ എന്തിലേക്കാണ്? രണ്ട് പോയിന്റുകളായിട്ട് വെച്ചേക്കണം, A B എന്നിങ്ങനെ രണ്ട് പോയിന്റിലാക്കി വെച്ചു. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം അല്ലേ? അപ്പോൾ രണ്ട് ചാർജുകൾ ആദ്യം എടുക്കാൻ പോവാണേ, നോക്കിയോ. അപ്പോൾ ഇതൊരു ചാർജാണ്. ഓക്കെ, ഇതൊരു ചാർജാണ്. ഇതിൽ നിന്ന് ഇത് മറ്റൊരു ചാർജാണ്. ഓക്കെ, ഇത് A എന്ന് പറയുന്ന പോയിന്റ്, ഇത് B എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഫസ്റ്റ് സെൻറ്റൻസ് ഓക്കെ ആയില്ലേ? ചാർജ് -Q. അപ്പോൾ ഇവിടെ എന്ത് വയ്ക്കാം? നമുക്കൊരു -Q ചാർജിനെ വയ്ക്കാം. ഇവിടെ എന്തിനേയും വയ്ക്കാം? ഒരു +Q ചാർജിനെയും വയ്ക്കാം. ഓക്കെ. ദെൻ ഡൈപോൾ ലെങ്ത് AB, അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് 2A ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി O എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. O ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഡൈപോൾ. ഓക്കെ. ഇനി ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതെന്താണ്? OP ആണല്ലേ? അതെന്താണ്? OP ആണ്. എന്ത് OP ആണ്? ഇതിന് പേര് കൊടുക്കാം, P എന്ന് പേര് കൊടുക്കാം, OP. ഓക്കെ, ABക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഒരു ചാർജിനെ നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കുകയാണ്? അതാ ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഏത്? Q എന്ന് പറയുന്ന ഒരു ചാർജിനെ ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് O തൊട്ട് P വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ Y ആയിട്ട് എടുക്കുന്നു. ഓക്കെ, Y ആയിട്ട് എടുക്കുന്നു. ഇനി ഈ ഒരു Q ചാർജിൽ ഓട്ടോമാറ്റിക്കലി ഇതെന്ത് ചെയ്യും? ഇവിടെ നിന്നൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ? സ്വാഭാവികമാണ്. ഈ രണ്ട് ചാർജുകൾ ഡൈപോൾ ഇരിക്കുമ്പോൾ തൊട്ടടുത്തൊരു ചാർജ് കൊണ്ടുവച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ? ഇനി ഈ Q എന്ന് പറഞ്ഞ ചാർജിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇക്വറ്റോറിയൽ ലൈനിൽ കൂടി കൊണ്ടുവന്ന് P' എന്ന് പറയുന്ന, ഇതാണ് P' എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ OP' എന്ന് പറയുന്ന പുതിയ ഡിസ്റ്റൻസ് ആണ്. അത് എത്രയായിട്ട് എടുക്കണം? Y/3 ആയിട്ട് എടുക്കണം. എത്രയാണ്? Y/3. ഇനി ക്വസ്റ്റിൻ്റെ ബാക്കി കൂടിയുണ്ട്. ഓക്കെ, നമുക്ക് അത്യാവശ്യം ഇത്ര മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യപ്പെടുന്ന, അങ്ങനെയാണെങ്കിൽ ഈ P' എന്ന പോയിന്റ് എത്തുമ്പോൾ Qയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ 27F ആണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3F ആണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് F/3 ആണ്. അതിനൊക്കെ തന്നെ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് 9F ആണ്. ഇതിലേതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ആദ്യം നമ്മൾ ഈ P എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കുമ്പോഴുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോകണം അല്ലേ? ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണുള്ള ഇക്വേഷൻ അറിയാലോ, എന്താണ്? KP ബൈ ഡിസ്റ്റൻസ് എടുക്കണം അല്ലേ? ഡിസ്റ്റൻസ് എന്താണ്? ഇവിടുത്തെ ഡിസ്റ്റൻസ് Y ആണ്. അപ്പോൾ എന്തെടുക്കാം? Y³ എന്ന് എടുക്കാം. നമുക്കറിയാം F അല്ലേ വേണ്ടത്? F ഈസ് ഈക്വൽ ടു എന്താണ്? Q ഇൻറ്റു E ആണ്. ഈയുടെ വാല്യൂ ഇവിടെ നമ്മുടെ കയ്യിലുണ്ടല്ലേ? അപ്പോൾ എന്തെഴുതാം? KPQ ഡിവൈഡ് ബൈ Y³ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം അല്ലേ? എവിടെ കൊണ്ടുവരണം? P' കൊണ്ടുവരണം അല്ലേ? P' കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം, P' കൊണ്ടുവരാൻ പോകണം കേട്ടോ. അപ്പോഴും നമുക്ക് കിട്ടും ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? KP, അത് വേണമെങ്കിൽ KP' അല്ലേ? KP' ഡിവൈഡ് ബൈ Y എത്രയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? Y/3 ആണ് അല്ലേ? OP' Y/3 ആണ്. അപ്പോൾ Y/3യുടെ എന്തെടുക്കണം? നമ്മളവിടെ ക്യൂബ് എടുക്കേണ്ടി വരും അല്ലേ? Y/3യുടെ ക്യൂബ് എടുക്കണം. ക്യൂബ് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വരും? 27 വരും അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു KP' ഡിവൈഡ് ബൈ Y³/27. ഈ 27 അങ്ങ് മുകളിൽ പോകത്തില്ലയോ? അപ്പോൾ എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു 27 KP' ഡിവൈഡ് ബൈ Y³ നമുക്ക് F അല്ലേ വേണ്ടത്? അപ്പോൾ F ഈസ് ഈക്വൽ ടു QE അല്ലേ? അവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം. എന്താണ്? Q ഇൻറ്റു 27 KP' ഡിവൈഡ് ബൈ Y³. അപ്പോൾ നോക്കിയേ, ഈ ഇക്വേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എത്രയാണ് ഇത്? നമുക്ക് F' എന്ന് വിളിക്കാം അല്ലേ? പുതിയ ഫോഴ്സ് അല്ലേ? അപ്പോൾ F' എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 27F ആണെന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 27F ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ.